ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് നല്ല രീതിയിൽ അതിനെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് അതിനെ നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് കൊണ്ടുപോയാൽ ഇത്രയും ബ്ലിസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ വേറെയില്ല. എനിക്ക് എംപ്ലോയി ആയിരിക്കുമ്പോൾ ഞാൻ സ്ട്രഗിളിലായിരുന്നു. പക്ഷേ എൻ്റെ ആ സ്ട്രഗിളെന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടി ചെയ്യുന്നവർക്ക് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു റൊട്ടീൻ വർക്ക്, മൊണോട്ടണസ്, ടയർസം, ബോറിങ് ഫയലുകളാണ് നമ്മളോട് സംസാരിക്കുന്നത്. നാളെ ഞാൻ വേറൊരു പൊസിഷനിൽ പോയാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആ ഫയലുകൾ സംസാരിക്കും. നോബഡി വിൽ സ്പീക്ക് ഇൻ പേഴ്സൺ നമ്മുടെ വർക്കിനെ പറ്റി. പക്ഷെ ഒരു ഓണ്ടർപ്രണർ ആയപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ ലൈവായിട്ടുള്ള ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റി. അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റി. അവർക്ക് വേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റി. അതിനേക്കാൾ ഉപരി നമുക്ക് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികളോടും പറയാൻ, ഇനി ജോലി ചെയ്യുന്നവരോടും പറയാൻ, നിങ്ങൾക്കൊരു ഓണ്ടർപ്രണർഷിപ്പ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കൊറാസോണിൽ വരണം, ഞാനുമായി ഒന്ന് കാണും.